Hi guys, welcome back. So, ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ ലൈറ്റ് പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. ലൈറ്റ് പെയിൻറ്റിങ് എന്താണെന്ന് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ലൈറ്റ് പെയിൻറ്റിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈറ്റ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയുടെ വേറെ ടൈപ്പ് ഫോട്ടോഗ്രാഫിയാണ്. ഈ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയുടെ ഷട്ടർ ഒരുപാട് ടൈം തുറന്ന് വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസിനാണ് ലോങ് എക്സ്പോഷർ ഫോട്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോങ് എക്സ്പോഷർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല ലൈറ്റോ വേറെ എന്തെങ്കിലും പാർട്ടിക്കിൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫോട്ടോസാണ് ലൈറ്റ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് ഒരു പെയിൻറ്റ് രൂപത്തിൽ ഇതുപോലെ എടുക്കുന്ന ഫോട്ടോസാണ്. സോ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു പഴയ ക്യാമറ ഒക്കെ എടുത്ത് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരമാവധി ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ ലൈറ്റ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു വാൾപേപ്പർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വാൾപേപ്പർ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ വേറെ ഏതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്, ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സെക്ഷൻ എടുത്തതിന് ശേഷം കുറച്ച് കളേഴ്സ്, പല കളേഴ്സുള്ള ഡോട്ട്സ് നിങ്ങൾ ഐഡിയക്ക് വെച്ച് ചെയ്യാം. പല കളേഴ്സുള്ള ഡോട്ട്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഞാൻ ചെയ്തത്, എൻ്റെ ക്യാമറ ഷെയ്ക്ക് ആവാത്തൊരു പൊസിഷനിൽ ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ ട്രൈപോഡിലില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഷെയ്ക്ക് ആവാത്ത രീതിയിൽ ഒന്ന് കറക്റ്റായിട്ട് പൊസിഷനിൽ ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ മൊബൈലിലെ പ്രോ സെറ്റിങ്സ് ചൂസ് ചെയ്തതിന് ശേഷം ഷട്ടർ സ്പീഡ് ഒരു 8 അല്ലെങ്കിൽ 10 ആക്കി സെലക്ട് ചെയ്ത് വെക്കുക. ISO ഒരു 200 ലൈറ്റിംഗ് അനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. മാനുവലായിട്ടൊന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മുടെ മുറിയിലെ ലൈറ്റ് പരമാവധി കുറക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യാണ്. ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ വാൾപേപ്പർ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആ ലൈറ്റ് ജസ്റ്റ് മൂവ് ചെയ്യുക. ഇതുപോലെ മൂവ് ചെയ്യുക. മൂവ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ആവാം ഒരു 10 സെക്കൻഡ്. നമ്മൾ ഷട്ടർ എത്രയാണ് സെറ്റ് ചെയ്തത് അതിനനുസരിച്ച് ടൈം എടുക്കും. ആ ടൈം കഴിയുമ്പോൾ ഫോട്ടോ അടിപൊളിയായിട്ട് ഇതുപോലെ ഇരിക്കും. അടുത്തായിട്ട് നമ്മൾ ഒരു ബൾബ് വെച്ചിട്ട് ഒരു LED ലൈറ്റൊക്കെ വെച്ചിട്ട് വേറൊരു ഫോട്ടോ എടുത്ത് നോക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ ഒരു LED ബാക്ക് കൂടെ പാസ് ചെയ്തിട്ട് ശേഷം ഇതേ സെറ്റിങ്സൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ചെടുത്ത കുറച്ച് 2-3 പിക്സാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. പിക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.